ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തേർഡ് സെമ്മിൻ്റെ സോഷ്യോളജി ആൻഡ് എക്കണോമിക്സുകാർക്കുള്ള പേപ്പറായ സോഷ്യൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്നതിലെ 5ാമത്തെ ബ്ലോക്കിലെ ലാസ്റ്റ് യൂണിറ്റ്, അതായത് 4ാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ, ലൈക്ക് ഒക്കെ തരിക. അതേപോലെ തന്നെ മലയാളം നോട്ട്സ്, പെയ്ഡ് നോട്ട്സ് ഉണ്ട്. നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെന്നാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മുൻ വീഡിയോസിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു. ആ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ തരാം. അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ ഓരോരുത്തർ ചോദിക്കുന്ന നോട്ട്സ് എങ്ങനെ ലഭിക്കും എന്നൊക്കെ ചോദിക്കേണ്ട പല സബ്ജക്റ്റും ആദ്യം തുടങ്ങുമ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ സെൻറ്ററിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് അതായത് ഒരു സബ്ജക്റ്റിൽ 1-2 തവണയായിട്ട് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇനി അത് ആർക്കെങ്കിലും കിട്ടാതെ പോകണ്ടെന്ന് കരുതിയിട്ട് അപ്പോൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, അപ്പോൾ അത് കിട്ടും കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. 5ാമത്തെ ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റിൻ്റെ പേര് പ്ലൂരലിസം, ഐഡൻറ്റിറ്റി, പൊളിറ്റിക്സ് ആൻഡ് ഫ്രീഡം സ്ട്രഗിൾ എന്നുള്ളതാണ്. അതിൽ നമുക്ക് ആദ്യം പറഞ്ഞല്ലോ, ഇതിലൊക്കെ ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് വരുന്നത് 1907 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സൂറത്ത് സമ്മേളനത്തിൻ്റെ പ്രാധാന്യമാണ്. 1907 ഗുജറാത്തിലെ സൂറത്തിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം അതിൻ്റെ ചരിത്രത്തിൽ നിർണായകമായൊരു വഴിത്തിരിവാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ നിർണായകമായ ഒരു വഴിത്തിരിവാണ്. കോൺഗ്രസിൻ്റെ ആഭ്യന്തര ഭിന്നതകൾ ആദ്യം തുറന്നു പറയപ്പെട്ടതും ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയതുമൊക്കെ ഈ സൂറത്ത് സമ്മേളനത്തിലാണ്. സമ്മേളനത്തിലെ 2 പ്രധാന വിഭാഗങ്ങൾ രൂപപ്പെട്ടു: മിതവാദികളും തീവ്രവാദികളും. കോൺഗ്രസിലെ 2 വിഭാഗങ്ങൾ. അതിൽ മിതവാദികൾ ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ, ചെറിയ ആളുകളുടെ നേതൃത്വത്തിൽ നൽകിയ ഒരു വിഭാഗമാണ്. എങ്കിലും ഉയർന്നു വന്ന ഒരു നേതൃത്വം കൊടുത്ത ഒരു വിഭാഗമാണ്. ഭരണസഹന മാർഗങ്ങളിലൂടെയുള്ള സമാധാനപരമായ ആവശ്യങ്ങളാണ് അവർ ഉന്നയിച്ചിരുന്നത്. അവർ ഭരണപരിഷ്കാരങ്ങളിലൂടെയുള്ള ഭരണം കൈവശപ്പെടുത്തലിനാണ്, അതായത് ബ്രിട്ടീഷുകാരിൽ നിന്ന് സഹകരണത്തിലൂടെ അധികാരം കൈവശപ്പെടുത്താനുള്ള സംഗതികൾക്ക് മുൻതൂക്കം കൊടുത്ത ഒരു വിഭാഗം ആളുകളാണ്. ഇനി രണ്ടാമത് പറഞ്ഞാൽ നമ്മളാരാണ്? തീവ്രവാദികളല്ലേ. ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചതാണ് തീവ്രവാദി വിഭാഗം. സത്യാഗ്രഹം, ഭീകരപ്രവർത്തനങ്ങൾ തുടങ്ങിയ സജീവ സമരരൂപങ്ങൾക്ക് പിന്തുണ കൊടുത്ത ആളുകളാണ് തീവ്രവാദികൾ. ഇനി ഈ സമ്മേളനത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനിടയിൽ സംഘർഷം ഉണ്ടായി. ആരെ പ്രസിഡന്റ് ആവണമെന്ന് തീരുമാനിക്കുന്നതിനിടയിൽ സംഘർഷമുണ്ടായി. മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പൊതുവിഭാഗത്തിന് മുന്നിൽ വെച്ചു. ഇതിൻ്റെ ഫലമായി കോൺഗ്രസിൽ വിഭജനം സംഭവിച്ചു. തീവ്രവാദികൾ പാർട്ടിയിൽ നിന്നകന്നു. ഇതുപോലെ ഈ ഭിന്നത ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാവിയെ സ്വാധീനിച്ച ഒന്നായിരുന്നു. തീവ്രവാദികളുടെ വിപ്ലവശീലങ്ങൾ ഇളയ തലമുറയെ സ്വാധീനിച്ചു. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ശക്തി കുറയും വരെ ഈ ഭിന്നത ഒരു ദീർഘകാല പ്രത്യാഘാതം ഉണ്ടാക്കി. 1916 ലക്നൗ പാക്റ്റ് വഴിയാണെങ്കിൽ ലക്നൗ ഉടമ്പടി വഴിയാണ് കോൺഗ്രസിൻ്റെ ഇരുവിഭാഗങ്ങളും വീണ്ടും ഐക്യത്തിലാവുന്നത്, അല്ലെങ്കിൽ ഒന്നിച്ച് വരുന്നത്. അപ്പോൾ സൂറത്ത് സമ്മേളനം ദേശീയ പ്രസ്ഥാനത്തെ കൂടുതൽ വിപ്ലവാത്മകവും ജനകീയവുമായ ദിശയിലേക്ക് നയിച്ചു. ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്താൻ പ്രധാന പങ്ക് വഹിച്ചു. ഇത്രയാണ് അതിൻ്റെ പ്രാധാന്യം. ഇനി ഇതിൽ നമുക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല കുറിച്ച് ചർച്ച ചെയ്യാനാണ്. നോക്കുക. 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് എന്നൊരു തുറന്ന മൈതാനിയിൽ ബ്രിട്ടീഷ് കേണൽ റെജിനാൾഡ് ഡയറിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം നടത്തിയ കൂട്ടക്കൊല ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ തീർച്ചയായിട്ടും നിർണായകമായ ഒരു സംഭവം തന്നെയായിരുന്നു. 1919 റൗലറ്റ് നിയമത്തിനെതിരെ സമാധാനപരമായൊരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ ഈ ജാലിയൻ വാലാബാഗ് മൈതാനിയിൽ ഒത്തുചേർന്നിരുന്നു. കേണൽ ഡയറിൻ്റെ ഉത്തരവ് പ്രകാരം മുന്നറിയിപ്പോ അല്ലെങ്കിൽ പുറംവാതിലിലൂടെയുള്ള പിന്മാറ്റം അനുവദിക്കുകയോ ചെയ്യാതെ സൈന്യം തടിച്ചുകൂടിയ ജനക്കൂട്ടത്തിലേക്ക് വെടിയുതിർത്തു. ഔദ്യോഗികമായിട്ട് ഉള്ള കണക്ക് പ്രകാരം 379 ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്നാൽ അനൗദ്യോഗികമായ കണക്കുകൾ 1000-ൽ കൂടുതൽ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കൂട്ടക്കൊലയുടെ നിഷ്ഠൂരത ഇന്ത്യൻ ജനതയെ ബ്രിട്ടീഷ് ഭരണത്തോടുള്ള അപാര വൈരാഗ്യത്തിന് പ്രതിഷേധത്തിനും പ്രേരിപ്പിച്ചു. സംഭവത്തെ തുടർന്ന് രവീന്ദ്രനാഥ ടാഗോർ തൻ്റെ നൈറ്റ്ഹുഡ് ഉപേക്ഷിച്ചു. അദ്ദേഹത്തിന് കിട്ടിയ നൈറ്റ്ഹുഡ് ഉണ്ടായിരുന്നു, അത് ഉപേക്ഷിച്ചു. മാത്രമല്ല, മഹാത്മാഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നിലപാട് സമാധാനപരമായ പ്രതിഷേധങ്ങളിലേക്കും സത്യാഗ്രഹങ്ങളിലേക്കും മാറി. ജനങ്ങളിലെ ബ്രിട്ടീഷുകാരോടുണ്ടായിരുന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു, അത് തകർന്നു. ആളുകളിൽ ദേശീയ വികാരങ്ങൾ വർദ്ധിച്ചു.
അതുപോലെ തന്നെ സമാധാനപരമായ പ്രതിഷേധങ്ങളിൽ നിന്ന് കടുത്ത സമരരൂപങ്ങളിലേക്കുള്ള ശൈലിമാറ്റം ഉണ്ടാകാൻ ഇത് ഇടവരുത്തി. സംഭവം ഇന്ത്യയിലെ ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ ക്രൂരതയ്ക്കിരയായ അന്താരാഷ്ട്ര പ്രതിഷേധത്തിന് വഴിയൊരുക്കി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ചട്ടക്കൂടിലും ഗണ്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഇതിന് സാധിച്ചു. സംഭവത്തിൻ്റെ നാൾ ജാലിയൻവാലാബാഗ് ദിനം എന്ന പേരിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു കരിമ്പട്ടികയിൽ അത് ഇടം നേടി. ഇനി നമുക്കിതിൽ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിയൻ ഘട്ടത്തിൽ മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഗാന്ധിയൻ ഘട്ടം എന്ന് പറയുന്നത് 1919 മുതൽ 1947 വരെയാണ്. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സമാധാനപരമായ പ്രക്ഷോഭങ്ങളുടെ കാലഘട്ടമായിരുന്നു അത്. അദ്ദേഹം സത്യാഗ്രഹം, അഹിംസ, നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയ മാർഗങ്ങൾ ഉപയോഗിച്ച് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ജനങ്ങളെ ഏകീകരിച്ചു. എന്നാൽ ഈ ഘട്ടത്തിൽ നിരവധി വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ വെല്ലുവിളി ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ മർദ്ദന നയങ്ങളാണ്. രണ്ടാമത്തത് ആന്തരിക ഭിന്നതകളാണ്, അതായത് കോൺഗ്രസിനകത്തും ഇന്ത്യക്കാർക്കകത്തും ഉണ്ടായിരുന്ന ആന്തരിക ഭിന്നതകൾ. മൂന്നാമത്തത് മതസൗഹാർദ്ദ പ്രശ്നങ്ങളാണ്, ഖിലാഫത്ത് പ്രസ്ഥാനം പോലെയുള്ള മതസൗഹാർദ്ദ പ്രശ്നങ്ങൾ. പിന്നെ മുസ്ലിം ലീഗ് ഭിന്നതയൊക്കെ ഉണ്ടായി. നാലാമത്തത് സമരതന്ത്രത്തിലുള്ള അതിക്രമങ്ങളാണ്. അഞ്ചാമത്തത് സാമ്പത്തിക വെല്ലുവിളികളാണ്. 6 ആഗോള വെല്ലുവിളികൾ, ആഗോളതലത്തിൽ തന്നെ ചില വെല്ലുവിളികൾ. ഇങ്ങനെയുള്ള വെല്ലുവിളികൾ ഗാന്ധിജിക്കും കോൺഗ്രസിനും നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളുടെയും രീതികളിലും ലക്ഷ്യങ്ങളും തമ്മിലുള്ള സാമ്യതകളും വ്യത്യാസങ്ങളാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു പ്രധാന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ കോൺഗ്രസിനുള്ളിൽ മിതവാദികളും തീവ്രവാദികളും എന്നിങ്ങനെ 2 പ്രധാന ഗ്രൂപ്പുകളായിട്ടുള്ള വിഭജനം ഉണ്ടായിരുന്നു. ഈ വിഭാഗങ്ങൾ സമരരീതികളിലും ലക്ഷ്യങ്ങളിലും വ്യത്യസ്ത സ്വഭാവമുള്ളത് ആയിരുന്നു. ഇനി ആദ്യം നമ്മൾ മോഡറേറ്റ്സിന്, മിതവാദികളെ നോക്കാം. ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, സുരേന്ദ്രനാഥ് ബാനർജി, ഫിറോസ് ഷാ മെഹ്ത എന്നിവരായിരുന്നു ഇതിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ. ഭരണപരിഷ്കാരങ്ങൾ വഴി പ്രതിരോധ നടപടികൾക്ക് അനുമതി തേടൽ, ഇന്ത്യൻ ജനതയുടെ സാമൂഹികവും സാമ്പത്തികവുമായ അവകാശങ്ങൾ പരിഷ്കരിക്കാൻ ബ്രിട്ടീഷ് സർക്കാരിനെ പ്രേരിപ്പിക്കുക എന്നിവയായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യങ്ങൾ. സംവാദങ്ങൾ, പ്രമേയങ്ങൾ, ഓഹരി പത്രങ്ങൾ എന്നിവയിലൂടെ പ്രതിഷേധം ഉന്നയിക്കാനാണ് ഇവർ തീരുമാനിച്ചത്. ബ്രിട്ടീഷ് വിരുദ്ധ പ്രമേയങ്ങൾ പാസ്സാക്കുക എന്നതും അവരുടെ ഒരു സമരതന്ത്രമായിരുന്നു. ഭരണപരിഷ്കാരങ്ങൾക്ക് അടിത്തറയിട്ട് എന്നത് മാത്രമാണ് ഇവരുടെ ഒരു പ്രാധാന്യം. അതുപോലെ തന്നെ ഇനി എക്സ്ട്രീമിസ്റ്റുകൾ, അതിൽ ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, അതായത് തീവ്രവാദികളുടെ എക്സ്ട്രീമിസ്റ്റുകൾ എന്നാൽ തീവ്രവാദികൾ, ലാലാ ലജ്പത് റായി, അരവിന്ദ് ഘോഷ് എന്നിവരാണ് ഇതിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് പൂർണ്ണ സ്വരാജ്യം നേടുക, ദേശീയ അവബോധം ഉയർത്തുക, ജനകീയ പ്രക്ഷോഭങ്ങൾ വഴി ബ്രിട്ടീഷ് ഭരണകൂടത്തെ അസ്ഥിരമാക്കുക എന്നിവയ്ക്കായിരുന്നു ഇവരുടെ ലക്ഷ്യങ്ങൾ. സ്വദേശി പ്രസ്ഥാനം, ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കൽ, കർഷക സമരങ്ങൾ, സത്യാഗ്രഹം, ധർണ തുടങ്ങിയ കൂറ്റൻ സമരരൂപങ്ങൾ ഇവർ മുന്നോട്ട് കൊണ്ടുവന്നു. ഇവർ ജനകീയ സമരങ്ങളിലൂടെ രാഷ്ട്രീയ ചൈതന്യം വർദ്ധിപ്പിച്ചു എന്നതും ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനം നൽകി എന്നതും സ്വാതന്ത്ര്യ സമരത്തിന് തീവ്രമായൊരു മാർഗരേഖ നിർണയിച്ചു എന്നതുമാണ് ഇവരുടെ പ്രാധാന്യം. ഇനി വേവൽ പദ്ധതിയെക്കുറിച്ചാണ്. 1945 ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഇന്ത്യക്കാരുമായുള്ള ഭരണപരിഷ്കാര പദ്ധതിയാണ് വേവൽ പദ്ധതി. ബ്രിട്ടീഷ് വൈസ്രോയി വേവൽ പ്രഭു അവതരിപ്പിച്ച പദ്ധതിയാണിത്. ഈ പദ്ധതി ഇന്ത്യയുടെ ഭരണപരിഷ്കാരത്തിനും ഭാവിയിലെ സ്വാതന്ത്ര്യ സമരത്തിനുമുള്ള വഴി തെളിയിക്കാനായിരുന്നു ശ്രമിച്ചിരുന്നത്. ഭാരതീയരെ ഉൾപ്പെടുത്തിയ ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ രൂപീകരിക്കുക, എക്സിക്യൂട്ടീവ് കൗൺസിൽ എല്ലാ അംഗങ്ങളും ഇന്ത്യൻ സ്വദേശികളായിരിക്കുക എന്നിവയായിരുന്നു അതിലെ പ്രധാന ഭരണഘടനാ പരിഷ്കാരങ്ങൾ. എല്ലാ പ്രധാന മതസമുദായങ്ങൾക്കും നിർദ്ദിഷ്ട പ്രതിനിധാനം നൽകുക, മുസ്ലിം ലീഗിൻ്റെ പ്രത്യേക ആവശ്യം പരിഗണിക്കുക എന്നിവയായിരുന്നു അവരുടെ സാമുദായിക പ്രാതിനിധ്യം. വൈസ്രോയി പ്രതിരോധം, വിദേശ കാര്യങ്ങൾ എന്നിവയിൽ നിർണായക അധികാരങ്ങൾ തുടർന്ന് നൽകുക എന്നൊരു വൈസ്രോയിയുടെ അധികാരം കൂടി അതിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഭരണഘടനാ രൂപീകരണ ചർച്ചകൾ ആരംഭിക്കാനുള്ള അടിത്തറ ഒരുക്കാനും അത് പദ്ധതിയിട്ടു. കോൺഗ്രസ് ഇതിനെ പിന്തുണച്ചെങ്കിലും മതപരമായ അടിസ്ഥാനത്തിൽ പ്രത്യേക പ്രാതിനിധ്യം നൽകുന്നതിനെതിരെ അവർ വാദിച്ചു. ഇനി നമ്മൾക്കിതിൽ ദണ്ഡി യാത്രയെക്കുറിച്ചാണ്. ദണ്ഡിയാത്ര 1930 മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ദണ്ഡിയാത്ര അഥവാ ഉപ്പു സത്യാഗ്രഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ നിർണായകമായ സമാധാനപരമായ പ്രതിഷേധമായിരുന്നു. വാർധ എന്ന ഗ്രാമത്തിലേക്ക് 240 മൈൽ ദൂരമുള്ള യാത്ര സിവിൽ നിയമലംഘ പ്രസ്ഥാനത്തിൻ്റെ തുടക്കമാവുകയും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ജനകീയ ഉണർവിന് കരുത്തേകുകയും ചെയ്തു. ബ്രിട്ടീഷ് ഭരണകൂടം 1882 കൊണ്ടുവന്ന ഉപ്പ് നിയമപ്രകാരം ഇന്ത്യക്കാർക്ക് സ്വയം ഉപ്പ് നിർമ്മിക്കാനോ സംഭരിക്കാനോ അനുവദിച്ചില്ല.
ഈ നിയമം അഹിംസാ മാർഗത്തിലൂടെ ലംഘിച്ച് ബ്രിട്ടീഷ് അധികാരത്തെ എതിർക്കാൻ തീരുമാനിച്ചുകൊണ്ടുള്ളതായിരുന്നു ഉപ്പു സത്യാഗ്രഹം. 1930 മാർച്ച് 12 സബർമതി ആശ്രമത്തിൽ നിന്ന് ഗാന്ധിജി യാത്ര തുടങ്ങി. ഏകദേശം 385 കിലോമീറ്റർ അഥവാ 240 മൈൽ ദൂരം യാത്ര ചെയ്തു. ഏപ്രിൽ 6 ദണ്ഡി കടപ്പുറത്തെത്തുകയും ഗാന്ധിജി കടലിലെ വെള്ളത്തിൽ നിന്ന് ഉപ്പ് നിർമ്മിച്ചുകൊണ്ട് നിയമം ലംഘിക്കുകയും ചെയ്തു. സമരത്തെ തുടർന്ന് ആയിരക്കണക്കിന് ആളുകൾ അറസ്റ്റിലായെങ്കിലും ഗാന്ധിജിയും സമരത്തിൽ അറസ്റ്റിലായവരിൽ ഒരാളായിരുന്നു. പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിൽ വലിയൊരു ഉണർവുണ്ടാക്കുന്നതിന് ദണ്ഡിയാത്രയും ഉപ്പു സത്യാഗ്രഹവും സഹായകമായി. ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റ് എന്ന് പ്രധാനമായിട്ട് വരുന്നത് കേട്ടോ. അടുത്ത യൂണിറ്റ്, അതായത് 5ാമത്തെ ബ്ലോക്ക് കഴിഞ്ഞു. ഇനി അടുത്ത ബ്ലോക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ എടുക്കണം. ഓക്കെ, താങ്ക്സ്.